നമസ്കാരം. എൻ്റെ ഒരു ജസ്റ്റിൻ ജോസഫ്, സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാനൊരു സിനിമ നടനാകാൻ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കുറച്ച് ആഗ്രഹങ്ങൾ പറയാനാണ്. അതായത് സിനിമയിലൊക്കെ അവസരം ശ്രമിച്ചിട്ടും അവസരങ്ങൾ കിട്ടുന്നില്ല. അതിനെക്കുറിച്ച് എനിക്ക് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ സിനിമയിലേക്ക് എത്താൻ വേണ്ടി തന്നെ ജൂനിയർ ആർട്ടിസ്റ്റാണ്. അതായത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് പോയിക്കൊണ്ട് നടക്കും. എൻ്റെ ആദ്യത്തെ പടം കേട്ട് ഞങ്ങൾ ഞെട്ടും. ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ, ജയസൂര്യ ഇന്ദ്രിയത്ത് നായനായ പടം വിനയ് സാർ സംവിധാനം ചെയ്ത പടമാണ്. ആ പടത്തിലൂടെയാണ് എൻ്റെ അരങ്ങേറ്റം. അത് എത്ര വർഷമാണ് നോക്കണം. അപ്പോൾ എത്ര വർഷമായിട്ട് ഞാൻ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടക്കുന്നത് നോക്കാം. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടന്ന തന്നെ സിനിമയിൽ എത്താൻ വേണ്ടി, അത് ഒരു ആർട്ടിസ്റ്റ് ആകാൻ വേണ്ടിയാണ്. അതായത് അതിനകത്തൊരു നല്ലൊരു റോൾ ചെയ്ത് രക്ഷപ്പെടാനുള്ള ആഗ്രഹം കൊണ്ട്, ഈ കലയുള്ള സ്നേഹം കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അതായത് എൻ്റെ സ്വപ്ന സിനിമയാണ്. ചെറുപ്പം മുതൽ എൻ്റെ ആഗ്രഹ സിനിമ നടന്ന ആളാണ്. എൻ്റെ ഊണിൽ ഉറക്കത്തിലൊക്കെ സിനിമ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരുപാട് സിനിമ കാണും. സിനിമ ശരിക്കും സ്നേഹിക്കുന്ന ആളാണ്. പക്ഷേ സിനിമ എന്നെ സ്നേഹിക്കുന്നില്ല. ഞാൻ അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഞാനാണ് സിനിമയിൽ എത്താൻ വേണ്ടി. അവർ പറഞ്ഞുകൊണ്ട്, നിൻ്റെ കഷ്ടപ്പാട് കണ്ട് നീ ഒരു ദിവസം ഒരു നടനാകും, അവിടെ നീ കഷ്ടപ്പെടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ ഇതിലോട്ട് എത്തിപ്പെട്ടില്ല. നമ്മൾ ട്രൈ ചെയ്യാഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ, നമ്മുടെ മിസ്റ്റേക്കാന്ന് പറയാം. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നു. എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ പച്ചക്കറി കടയിൽ നിൽക്കുവാണേ. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ സിനിമ ട്രൈ ചെയ്യുന്നുണ്ട്. ശരിക്കും സിനിമ ട്രൈ ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ ജോലി പോലും കളഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ നടന്നിട്ടുണ്ട്. അറിയാം, ജോലി പോലും കളഞ്ഞ് നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നതുകൊണ്ടാണ് ജോലി നിന്നോടാണ് നോക്കുന്നത്. അത് കണക്ക് നമ്മൾ സിനിമ സ്നേഹിക്കുന്നുണ്ട്. ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ കഥയൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. ആ കണക്ക് സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഇതിലോട്ട് നല്ലൊരു അവസരം കിട്ടില്ല. പിന്നെ ചെറിയൊരു അവസരം കിട്ടി. ടോവിനോ തോമസിൻ്റെ അന്വേഷണം കണ്ടെത്തുന്ന മൂവി ചെറിയൊരു വേഷം കിട്ടി. ആ വേഷമൊക്കെ കിട്ടി തന്നെ ഒരു കഥയാണ്. അത് ഓഡീഷൻ വഴി എന്നെ എടുത്ത് സെലക്റ്റായി. എന്നിട്ട് എന്നെ വിളിച്ചില്ല. ലാസ്റ്റ് എന്നെ ഒരു കോർഡിനേറ്റർ വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആ കോർഡിനേറ്ററോട് പറഞ്ഞ് എന്നെ സെലക്ട് ആക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞിട്ട് മുടി നടിയൊക്കെ വളർത്തി നടക്കുവാണ്, ഇനി നല്ലൊരു അവസരമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കോർഡിനേറ്റർ പറഞ്ഞ്, എടാ അതൊന്നും വിളിക്കത്തില്ല, ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ അല്ലേ വിളിക്കത്തുള്ളൂ, നീ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അവൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വർക്കിനങ്ങ് പോയി, കോട്ടയത്ത് പോയി. അവർക്ക് ചെന്നപ്പം എന്നെ സെലക്ട് ആക്കി 2 കൊല്ലം ഒരാളോട് പോയി. ഞാൻ അവരോട് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ പറഞ്ഞേട്ടോ ഞാൻ താടി മുടിയൊക്കെ വളർത്തി, എനിക്ക് നല്ല അവസരം നേടാൻ ഞാൻ മോശമായപ്പോൾ പറഞ്ഞപ്പോൾ, അയ്യോ ഞങ്ങളല്ല വിളിക്കുക, ഞാൻ കോർഡിനേറ്റർ വിളിക്കണമെന്ന്. അപ്പം സിനിമക്കാരുടെ മിസ്റ്റേക്ക് അല്ല, അസന്ററിൻ്റെ മിസ്റ്റേക്ക് അല്ല, ആ കോർഡിനേറ്റർ അവരെ വിളിക്കുന്നത്, അവർ വിളിച്ചില്ല. അപ്പം നേരിട്ട് വിളിക്കുന്നില്ലല്ലോ, ഇത് കോർഡിനേറ്റർ വിളിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ തന്നെ, പക്ഷേ ഒരു ക്യാരക്ടറാണേ ഉള്ളൂ. അങ്ങനെ അവർ എന്നെ സെലക്ട് ആക്കിയ പുള്ളിയെ വിളിച്ചു. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ്, നല്ലൊരു അവസരം എന്നെ മനസ്സിലായിരുന്നു. ഞാൻ പറഞ്ഞു, മനസ്സിലായില്ല, ഞാൻ നിങ്ങളെ ഓഡിഷൻ ചെയ്തിരുന്നു. ഇപ്പോൾ മനസ്സിലായെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞ്, നല്ലൊരു അവസരം തരാം, നിനക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് ഒരു വീടുണ്ട്, നല്ലൊരു പെർഫോമൻസ് ചെയ്യാനുള്ള അവസരമാണ്, ടോവിനായിട്ടുള്ള സീനാണ്, അത് ടോവിനായിട്ട് ആക്ഷൻ ഉണ്ടെന്ന് പറയാം, സ്റ്റണ്ട് മാഷൊക്കെ വന്ന് ആക്ഷനൊക്കെ പറഞ്ഞത്. ഞാനങ്ങ് സ്വപ്നം കണ്ടു, കിളി പോയി. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. നമ്മളൊന്നും അങ്ങനെ എക്സ്പീരിയൻസ് അല്ലേ, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടേ ഉള്ളൂ. മനസ്സിങ്ങനെ അമിതമായ ആഗ്രഹം മാത്രമേ കിടപ്പുള്ളൂ. തന്നാൽ ചെയ്യും. വേറെ കലയായിട്ടൊരു ബന്ധവുമില്ല. കുടുംബത്തിലൊന്നും ആരും സിനിമയായിട്ടൊരു ബന്ധമില്ല, അല്ലെങ്കിൽ സിനിമ കാണുമെന്നല്ല, സിനിമയായിട്ടൊരു ബന്ധമില്ല. നമ്മളിങ്ങനെ ആഗ്രഹം നടക്കുക. അങ്ങനെ തന്നെ നമ്മൾ ചെയ്തു. ഒരു ടേക്കിൽ തന്നെ, ഫസ്റ്റ് ടേക്കിൽ തന്നെ ആ സ്റ്റേഷൻ സീൻ എടുത്ത്, ആ സീൻ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേഷൻ സീൻ എടുത്ത് പൊളിച്ച് തകർത്ത്. അപ്പം ടോവിനോട് നടക്കുന്ന ഒരു പുള്ളിനോട് ചോദിച്ചു, ചേട്ടൻ ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്, അതോ ഇതിനും എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞ്, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ, ഈ ആഗ്രഹം കൊണ്ടങ്ങ് ചെയ്തതാണ്. പക്ഷേ അടിപൊളി ചെയ്തിട്ടുണ്ട്, നല്ല ടാലൻ്റ് ഉണ്ട്, ഇതിനൊക്കെ ടോവിനെയും വന്നേ, നിങ്ങളും കയറി വരുമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ സന്തോഷമായി. അതിന് ബാക്കി സീനാണ് ഇനിയാണ് നിങ്ങൾ പെർഫോമൻസ് കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ബാക്കി സീനൊക്കെ അപ്പോൾ വിളിച്ച് പോയി ചെയ്ത്, അതും അടിപൊളി ചെയ്ത്. ഒരുപാട് ടേക്കൊന്നും പോയില്ല, പുതുമുളകായിട്ട് പോലും ഒരുപാട് ടേക്കൊന്നും പോയില്ല. അത് 2 മണിക്കൂറുള്ളിൽ സീൻ എടുത്തു കഴിഞ്ഞ്. പക്ഷേ നമ്മുടെ സീനായിട്ട് ഇട്ടിരുന്നത് എന്നെ 10 പേര് തിരിച്ചറിഞ്ഞാൽ എനിക്ക് അവസരം കിട്ടിയേനെ. പക്ഷേ അത് സോങ്ങിനകത്ത് കയറ്റിക്കളഞ്ഞു, 40 സെക്കൻഡ് സോങ്ങിനകത്ത് കയറ്റിക്കളഞ്ഞവർ. പിന്നെ ഞാൻ ഡബ് ചെയ്ത്, അങ്ങനെ ആദ്യമായിട്ട് ഡബ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. സ്റ്റുഡിയോ പോയി ഡബ് ചെയ്ത്, അതൊക്കെ ഒരു കഥയാണ്. ഡബ് ചെയ്തു, ആദ്യത്തെ ഒരു അനുഭവം ഉണ്ടായി. ആ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പോലീസുകാരന് വേണ്ടി ഞാൻ ഡബ് ചെയ്തു, അതൊരു ഭാഗ്യമാണ്. അപ്പോൾ സിനിമയ്ക്ക് കണ്ട് ആദ്യമായിട്ട് ഡബ്ബിങ് ചെയ്ത്, പക്ഷേ ആ ഡബ് ചെയ്തൊന്നും സിനിമ വന്നില്ല. അവർ സോങ്ങിനകത്താണ് എൻ്റെ സീൻ കയറ്റി കളഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തില്ല. പിന്നെ നമുക്ക് പറയാം, നമ്മൾ ചെയ്തൊരു ക്യാരക്ടറാണെന്ന് പറയാം. നമ്മൾ ഇന്നല്ല നാളെ മരിക്കുമല്ലോ, മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാമല്ലോ നമ്മൾ ചെയ്തൊരു ക്യാരക്ടറാണ്. പറയാനൊരു ക്യാരക്ടറുണ്ട് അന്വേഷിപ്പം കണ്ടെത്തുന്ന മൂവി, അതും ടോവിനായിട്ടുള്ള സീനുമാണ്, നല്ല സീനുമാണ്. പക്ഷെ അത്രയൊക്കെ ചെയ്തിട്ട് പോലും നമുക്ക് ഒരു അവസരങ്ങൾ കിട്ടുന്നില്ല. ചിലപ്പം കിട്ടാത്ത, അത് ശ്രദ്ധിക്കപ്പെടാനുണ്ടായിരിക്കും. സിനിമയാണെങ്കിലും ആ സീനാണ് ശ്രദ്ധിക്കപ്പെടാനുണ്ടായിരിക്കും. പക്ഷേ അത് സീനായിട്ട് ഇട്ടുന്നത് ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടനെ. അപ്പം നമ്മൾ അതിന് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴും ഓഡീഷൻ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കാസ്റ്റിംഗ് കോൾ കൊണ്ട് ഞാൻ അയച്ചേ ഉള്ളൂ, ഫോട്ടോസും പെർഫോമൻസ് വീഡിയോസും. അവർ കണ്ടിട്ടില്ല. ഈ കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരിക്കുന്ന അതിൽ നമ്പർ 1 ഉടായ്പത്തിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ടുകൊണ്ട് അവരുടെ വാട്സപ്പ് നമ്പറിലോട്ട് നമ്മൾ പെർഫോമൻസ് വീഡിയോ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കും. ഒരു 98% അവർ കണ്ടിട്ടില്ല.
ഞാൻ അയച്ചു കൊടുത്തിട്ട് 98% കണ്ടിട്ടില്ല. അവർ പിന്നെ എന്തിനാ ഈ വാട്സപ്പ് നമ്പർ അയക്കുന്നത് കാസ്റ്റിംഗ് ഉള്ളത്? ഇവരൊക്കെ എടുക്കാനല്ലേ പിന്നെ അയക്കേണ്ട കാര്യമില്ല. അവർക്ക് തോന്നുന്നവരെ അവരെടുക്കും, ഇഷ്ടമുള്ളവരെടുക്കും. ഞാനും ചോദിച്ചോട്ടെ, നമ്മളും ആഗ്രഹം കൊണ്ട് നടക്കുന്നവരാ, നമ്മളൊരു പുതുമ നന്നായിട്ട് നടക്കുന്ന ഒരാളാണ്. നമുക്കൊരവസരം തന്നാലല്ലേ നമുക്ക് കഴിവുണ്ടല്ലോ എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമുക്കൊരവസരം തരുന്നില്ല ഇവർ, തന്നാലല്ലേ കഴിവുണ്ടല്ലോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ല നമ്മുടെ ലുക്കിൽ കാര്യമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ ഈ ടോവിനായിട്ടുള്ള സീൻ കണ്ടോ? ഈ സീൻ കണ്ടിട്ട് പറ. അവർക്ക് പെർഫോമൻസ് ഇഷ്ടപ്പെടുകയും ചെയ്ത് അവരെല്ലാവരും കൈയടിക്കുകയും ചെയ്ത്, എന്നിട്ട് അവർ എല്ലാ സെറ്റുള്ളവർ പറയുകയും ചെയ്ത് ഈ പടം ഇറങ്ങിയാൽ നീ രക്ഷപ്പെടുന്നൊക്കെ അവസരം കിട്ടുമെന്ന് പറയുകയും ചെയ്ത്, അങ്ങനെ ഒരുപാട് അപ്രീഷിയേറ്റ് കിട്ടിയ പടമാണ് എനിക്കത്. അത് എൻ്റെ കൂടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഇന്നവരുടെ മുന്നിൽ എനിക്കൊരു ആക്ടറായിട്ട് വർക്ക് ചെയ്യാനും പറ്റി. അവരും കൈയടിച്ച്, അവരും പറഞ്ഞു നല്ല പെർഫോമൻസ് ആണെന്ന് പറഞ്ഞു ചെയ്ത് അവസരങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഇനി കിട്ടിയില്ല. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുമായിരിക്കും. അപ്പം അതുകൊണ്ടൊക്കെ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. അത് ശരിക്കും ഒരാഴ്ച ശരീരം നേക്കാൻ വയ്യ. ടോവിനായിട്ടുള്ള സീനില്ല, ചരലക്കണ ഉരുള അതൊക്കെ നല്ല ശരീരവേദനയാണ് എനിക്ക് ഒരാഴ്ച. അങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത്, അതും ടേക്ക് ഒരുപാട് പോയില്ല. അപ്പോൾ എന്നോട് പ്രത്യേകം അവർ ചോദിച്ചു, നിങ്ങൾ ഇതിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെന്ന് അവിടെ ഉള്ളവരും ചോദിച്ചു, അവിടുത്തെ സെറ്റുള്ളവരും ചോദിച്ചു. കാരണം ടേക്ക് ഒരുപാട് പോകുന്നില്ല, എല്ലാം ഫസ്റ്റ് ഒറ്റ ടേക്കിൽ എടുക്കുന്നുണ്ട്. ഒരു എക്സ്പീരിയൻസ് നടന്ന പോലെ എടുക്കുന്നുണ്ട്. നല്ല സ്ക്രീൻ മെസ്സേജും ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞ്, നല്ല സ്ക്രീൻ മെസ്സേജും ഉണ്ട്. അപ്പോൾ ഒരു നടന വേണ്ട എല്ലാ സംഭവം നമുക്കുണ്ട്. അല്ല നമ്മുടെ അവസരം തന്നല്ലേ നമുക്കൊരു നല്ലൊരു BGM കിട്ടും, നല്ലൊരു മാസ സാധനം കിടന്നാൽ നമ്മളും പൊളിയായിരിക്കും. നല്ല സ്ക്രീൻ മെസ്സേജ് ഉണ്ടായിരുന്നു. നമുക്ക് അവസരം തരാത്തതുകൊണ്ടല്ലേ. അല്ല ഇവർ ഈ അർജുന അശോകനും പിന്നെ ഈ പെപ്പയ്ക്കും ഇവർക്കൊക്കെ മാത്രം അവസരം കൊടുക്കുന്നുള്ളൂ. നമുക്കൊന്നും അവസരം തരുന്നില്ല. തന്നു നോക്ക്, തന്നപ്പോൾ നമ്മൾ തകർക്കും ഇല്ലെന്ന് കാണിച്ചു തരാം. അവർക്കൊക്കെ മാത്രം അവസരം കൊടുക്കാൻ നമുക്കൂടെ അവസരം എന്താ? അവരൊക്കെ ഒരു പൊളിയായിട്ട് നമ്മൾ ചെയ്യും. അത് നമുക്ക് തരാത്തതുകൊണ്ടാ. നമുക്ക് ടാലൻ്റ് ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കണം. നമുക്കൊരു അവസരം തന്നാലല്ലേ ടാലൻ്റ് ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് അവസരം കൊടുത്തുകൊണ്ട് അവരെ മുതലാക്കി, അതുകൊണ്ട് അവർക്ക് ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് നമുക്ക് തരുന്നില്ല. നമുക്ക് തന്നു നോക്കൂ.